ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. മോള് നല്ല ഉറക്കമാണ്. അപ്പം ബെഡൊക്കെ ഫുൾ അലങ്കോലമായിട്ടാണുള്ളത്. അപ്പോൾ റൂമാകെ ഫുള്ള് ഡ്രസ്സും അതും ഇതൊക്കെ വാരി വലിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇന്നൊന്ന് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കുന്ന. വേറെ ഒരു പണിയില്ല പെണ്ണിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടല്ല, എൻ്റെ ഭർത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് റൂമൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് മൂപ്പര്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് വൃത്തിയാക്കാമെന്ന്. പിന്നെ ഈ കാണുന്ന ഡ്രസ്സ്, ഏറ്റവും കൂടുതൽ ഡ്രസ്സ് മോളതും ഭർത്താവിൻ്റെയും തന്നെയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് പോയായിരുന്നു. അപ്പോൾ വാരി വലിച്ച ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഈ കാണുന്നതിൽ എൻ്റെ ഒരൊറ്റ ഡ്രസ്സില്ല, എല്ലാം മോളതും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും. മോളത് പിന്നെയും കുറച്ചുള്ളൂ, ബാക്കിയെല്ലാം അലമാരയിലാണ്. ഹസ്ബൻഡിൻ്റെ തന്നെയാണ് ഭൂരിഭാഗം ഡ്രസ്സും. അലമാര പിന്നെ എൻ്റെ കസ്റ്റഡിയിലാണുള്ളത്, അത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. പിന്നെ എൻ്റെ മോളെ ഡ്രസ്സെല്ലാം കേട്ടോ, ഈ സ്റ്റാൻഡാണ് ഓരോ ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ പെട്ടെന്ന് പോയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചെല്ലാം കൂടെ എന്തോ പോലെയാണുള്ളത്. പിന്നെ റൂമിൽ തന്നെ നമുക്കിങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കിടക്കുമ്പോൾ ഒരു വൃത്തികേടല്ലേ, കുറച്ച് നീറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, തൂക്കിക്കിടക്കുന്നുണ്ടല്ലേ പ്രൈസ് ടാഗ് പോലും പറിച്ചിട്ടില്ല. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ ഒരുവിധം ഒതുക്കി വെച്ച്, ഇനി അടുത്ത മോളതാണ്. മോളെ കൊട്ടയിലാക്കി വെച്ചതാണ്. അതൊക്കെ എടുത്ത് അത് അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല സെറ്റാക്കി മോളെ ഉറക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്ന് മോളെ എണീപ്പിച്ച്, പിന്നെ ഓരോ കളിയായി. അങ്ങനെ നമ്മൾ അതൊക്കെ ഒരുക്കി വെച്ച്, ഇനി അടുത്ത നമ്മളെ അലമാരയിൽ എൻ്റെതും മോളതുമാണല്ലോ ഉള്ളത്. ഇനി അടുത്ത ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ആരെയൊക്കെ കിടക്കുന്ന കിടപ്പായത് ഇന്നലെ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. നോക്കുമ്പോൾ ഇടാൻ പറ്റുന്നില്ല, ഉടുക്കാൻ അറിയില്ലല്ലോ, അങ്ങനെ ഉടുക്കാനാകുന്നില്ല. അപ്പം അങ്ങനെ തന്നെ അവിടെ ചുരുട്ടി വെച്ചതാണ്. ദീർഘനേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ അലമാര സെറ്റ്. അത്ര വലിയ വൃത്തിയൊന്നുമില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോളെടുത്തേക്ക് ഓടിയിട്ടുണ്ട്. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാന്താരി ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നെപ്പോലെ തന്നെ ഞങ്ങൾ നല്ല വൃത്തിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതിവ് പോലെ വൈറ്റമിൻ കുടിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് നല്ല ഉറക്കമുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ ഉറക്കാമെന്ന്. ഞാൻ പറഞ്ഞത് പറ്റൂല, ഞാൻ ഉറക്കിത്തരാമെന്നാണ്. ആ പ്രഹസനാണ് നിങ്ങൾ കാണുന്നത്. നല്ല പാട്ടെല്ലാം പാടുന്നുണ്ട്, നല്ലോണം ഉറക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞൻ ഉറങ്ങുന്നില്ല, കുഞ്ഞൻ അച്ഛനെയും ഉറക്കുകയാണ്. ഓര് വിചാരിക്കുന്നത് ഓള് നല്ല ഉറക്കാന്ന്, പക്ഷെ ഓള് ഉറങ്ങുന്നില്ല. ഓള് നല്ല കണ്ണും തുറന്നിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, എന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അവളിങ്ങനെ തളം പിടിച്ച് ഇങ്ങനെ അച്ഛനെ ഉറക്കുകയാണ്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ ഉറങ്ങിയിട്ടോ. മകളെ ഉറക്കാൻ പോയി അച്ഛനാണ് ഉറങ്ങിയത്. അച്ഛനെ ഉറക്കിയ ആ സന്തോഷാട്ടോ സിയൻ്റെ മുഖത്ത് കാണുന്നത്. ആ നിലത്ത് കിടന്ന് അവളെ പിന്നെയും ഞാൻ എടുത്ത് പുറത്ത് വെച്ച്, അതാണ് നിങ്ങൾ കാണുന്നത്. അവൾക്ക് അതൊട്ടും പിടിച്ചിട്ടില്ല, അവൾക്ക് നല്ല ഉറക്കുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു, അവളെ ഉറക്കാനുള്ള ദൗത്യം. പതിവ് പോലെ തന്നെ എൻ്റെ അടുത്ത് കിടന്ന് നല്ലോണം അവൾ ഉറങ്ങി.